അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിനുള്ള പരിഹാരമാണ് പറയുന്നത്. നമുക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു 5 നേരത്തെ നിസ്കാരം ഫർളാക്കിയതാണ്. ആ 5 നേരത്തെ നിസ്കാരം ഇഖ്ലാസോടുകൂടെ നിർവഹിക്കണം. മഹാന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഏറെ സന്തോഷമുള്ള ഒരു കാര്യം നിസ്കാരമായിരുന്നു. എല്ലാത്തിനും പരിഹാരമായി നിസ്കാരമായിരുന്നു. നിസ്കാരം എന്നുള്ളത് അല്ലാഹുമായുള്ള മുനാജാത്താണ്. പക്ഷേ നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാൽ നിസ്കാരം എന്നുള്ളത് ഒരു അലസതയായി മാറുന്നു. നിസ്കാരത്തിൽ കൈകെട്ടിയാൽ എത്രയും പെട്ടെന്ന് നിസ്കാരം തീർന്നു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമുക്കെയും. എന്നാൽ ഇത്തരത്തിലുള്ള നിസ്കാരം റബ്ബിന് വേണോ? നമുക്കെയും ചിന്തിക്കേണ്ടതാണ്. നിസ്കാരം എന്നുള്ളത് അള്ളാഹുമായുള്ള മുനാജാത്ത്. ആ ഒരു മുനാജാത്തിൽ റബ്ബുമായി നമ്മുടെ കണക്ഷൻ എത്രയുണ്ടെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇതുവരേക്കും നിസ്കരിച്ച നിസ്കാരം, ഒറ്റ നിസ്കാരം പോലും അള്ളാഹു അല്ലാത്ത ചിന്തയിലായി നാം നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാരാകട്ടെ. അവന്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുന്നവനാണ് വൈലെന്ന നരകം എന്നുള്ളത്. വൈലെന്ന കഠോരമായ നരകം അത് നിസ്കരിക്കുന്നവനാണുള്ളത്. എങ്ങനെയുള്ള നിസ്കാരം? അവന്റെ നിസ്കാരത്തിൽ അവൻ ഗാഫിലാണ്, അശ്രദ്ധനാണ്. നിസ്കാരത്തിൽ അല്ലാഹുമായുള്ള ഒരു മുനാജാത്തിൽ ആ ഒരു ചിന്ത അവന്റെ മനസ്സിലില്ല. അവൻ ദുനിയവിയായ ലോകത്താണുള്ളത്. ഏതോ ലോകത്താണ് അവന്റെ നിസ്കാരം. അവൻ നിർവഹിക്കുന്നത് നിസ്കാരം തീരുന്നത് വരെയും അവൻ അറിയുന്നില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരത്തിൽ ഖുശൂഅ് ലഭിക്കാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിച്ച ഒരു പരിഹാര മാർഗമാണ്, ഒരേ ഒരു മാർഗമാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്റെ ഇത് അവസാനത്തെ നിസ്കാരമാണ്, ഇനി എനിക്ക് നിസ്കരിക്കാൻ ഇല്ല, ഇനി എന്റെ മേലിലാണ് നിസ്കരിക്കപ്പെടുന്നത്. ഞാനിനി അടുത്ത വക്തിൽ ഇനി അയാത്തുള്ളവനല്ല, ഞാൻ മരിക്കാൻ പോകുന്നവനാണ്. ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണെന്നുള്ള ആ ഉത്തമ ബോധത്തോടുകൂടെ ഒരാൾ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നിസ്കാരത്തിൽ അവന്റെ ഭക്തി ലഭിക്കും, ഓട്ടോമാറ്റിക്കായി ഭക്തി ലഭിക്കും. അള്ളാഹു നമുക്ക് അത്തരത്തിൽ ചേരാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. രണ്ടാമതായ ഒരു പരിഹാര മാർഗം, സുജൂദിൽ തന്നെ നോക്കി നിസ്കരിക്കുക. സുജൂദിൽ ശ്രദ്ധ തെറ്റാതെ സുജൂദിന്റെ ഭാഗത്ത് മാത്രം നോക്കി നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൽ ഖുശൂഅ് ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹുമായുള്ള മുനാജാത്താണ്. അല്ലാഹുമായുള്ള ഒരു ഞാനും എന്റെ റബ്ബ് മാത്രമാണ് ഇതിന്റെ ഇടയിലുള്ളത്. ഒരാളുമില്ല, വ്യത്യസ്തനായ ഒരാളുമില്ല. എന്റെ റബ്ബ് എന്നെ കാണുന്നു, ഞാൻ എന്റെ റബ്ബിനെ കാണും പോലെ നിസ്കരിക്കുന്നു എന്ന ചിന്തയിൽ നിസ്കരിച്ചാൽ അവൻ ആ നിസ്കാരത്തിൽ ഇഖ്ലാസ് ലഭിക്കും, ഭക്തി ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞതാണ്. അല്ലാഹു നമ്മെ നല്ല ഇഖ്ലാസോടുകൂടി നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമുക്ക് നല്ല രൂപത്തിൽ നിസ്കരിക്കാനും നല്ല രൂപത്തിൽ ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലാൻ ഉന്നത വിജയം കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.